ഹായ്, ഞാനൊരു ചെറിയൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മൾ സന്തോഷമുള്ളവരായിരിക്കില്ല, അല്ലെങ്കിൽ എപ്പോഴും സങ്കടമുള്ളവരായിരിക്കില്ല, അല്ലേ? ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എന്തെങ്കിലും ചെറിയൊരു വിഷമഘട്ടങ്ങളുണ്ടാവും. അന്നേരം നമ്മളെ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ ഭർത്താവ് തന്നെയാണ്. ഭർത്താവിനൊരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ഒരു സങ്കടം വന്നാൽ ഭാര്യ തന്നെയാണ് കൂടെ നമ്മൾ നിൽക്കേണ്ടത്. അപ്പം നമ്മുടെ ഭാര്യ എന്നുള്ളൊരു പദവിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമുക്ക് കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ ഒക്കെ നമുക്ക് വേണം. ആരും ഉപേക്ഷിച്ചിട്ട് നമ്മൾ ആരെയും സ്നേഹിക്കരുത്, എല്ലാവരും നമ്മളൊപ്പം നിർത്തുക. പക്ഷേ ഭാര്യ എന്നൊരു പറയുന്ന ഒരു സ്ഥാനത്ത് ആ ഒരു കോളം ഫില്ല് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ അതേതായ ഒരു പ്രയോറിറ്റി കൊടുത്തേ പറ്റൂ. തീർച്ചയായിട്ടും ഒരിക്കലും ഒരു കാര്യത്തിലും കുറ്റപ്പെടുത്താതെ. തെറ്റുകൾ സംഭവിക്കാം, മനുഷ്യരാണ്, ചിലപ്പോൾ എന്തെങ്കിലും കൈബദ്ധങ്ങൾ പറ്റും, അതൊക്കെ നമ്മൾ ഒന്ന് ക്ഷമിക്കാതെ. മനുഷ്യരല്ലേ? സുനാമി വന്ന് എത്രയോ ആൾക്കാർ മരിച്ചു, എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ഭൂമി, നമ്മുടെ ഇത് വന്നു. ഇതൊക്കെ നമ്മൾ മനുഷ്യരാണ്, ഒന്നും കൊണ്ടും വരുന്നില്ല, ഒന്നും കൊണ്ടും പോകുന്നില്ല. അപ്പോൾ മനുഷ്യർ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഒത്തൊരുമയോടെ ജീവിച്ചാൽ അത് സന്തോഷകരമായിട്ട് ജീവിക്കും. ഒരു പുരുഷനും ഒരു പെണ്ണും കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പെണ്ണ് ഒരിക്കലും ചിന്തിച്ചിട്ടല്ലായിരിക്കാം വരുന്നത് ഇവനെ ചതിക്കണമെന്ന്. പക്ഷേ ഭർത്താവെന്ന് പറയുന്ന ഒരാളും ഇവളെ ചതിക്കണം, ഇവളെ പറ്റിക്കണം, ഇവളെ ഉപേക്ഷിക്കണം എന്ന് ചിന്തിച്ചിട്ടായിരിക്കില്ല രണ്ടുപേരും കല്യാണം കഴിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ വന്നു പോകുന്നു. പക്ഷെ അതിൽ നമ്മൾ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിച്ചാൽ ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു ജീവിതം കിട്ടും. കാരണം കുടിച്ചും കൊണ്ടുവന്ന് ഉപദ്രവിക്കുന്നു, ചിലവിന് തരുന്നില്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ലൊരു ഭാര്യ ഭർത്താവും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാത്തിലും ഉപരി നമ്മുടെ ഭാര്യയെ ചേർത്ത് നിർത്തുക, ഒറ്റപ്പെടുത്തരുത്, കുറ്റപ്പെടുത്തരുത്. കാരണം ചിലപ്പോൾ എന്നെപ്പോലെ വേറൊരു വേറൊരു തരത്തിലുള്ളൊരു സ്ത്രീ, അച്ഛനും അമ്മയും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഭർത്താവ് കുറ്റപ്പെടുത്തി, നീയല്ല എനിക്ക് വലുത്, എൻ്റെ കുടുംബമാണ് എനിക്ക് വലുത്. അവരുദ്ദേശിക്കുന്ന കുടുംബം ഏതാണ്? അവരുടെ അച്ഛൻ, അമ്മ, അവരുടെ സഹോദരങ്ങളാണ്. ആ കുടുംബത്തിൽ നമ്മുടെ ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഇല്ലേ? ഒരു ആണ് കല്യാണം കഴിച്ചാൽ അയാളുടെ കുടുംബം ഏതാണ്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അയാളുടെ അമ്മ, അച്ഛൻ, ഭാര്യ, അവരിലുണ്ടാകുന്ന മക്കൾ, അതൊക്കെയാണ് അയാളുടെ കുടുംബം. സഹോദരങ്ങൾ നമ്മളെ കുടുംബത്തിലുള്ളവരാണ്, അവരെ കൈയൊഴിയണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഭാര്യയുടെ കോളം ഫില്ല് ചെയ്യുന്ന വ്യക്തി വരുമ്പോൾ ഭാര്യയ്ക്ക് തന്നെയാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. കാരണം മരിക്കും കാലം വരെ നമ്മളാണ് കൂടെ ഉള്ളത്. അത് കുറച്ച് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല, കുറേ നല്ല ആൾക്കാർ ഉണ്ട്, നല്ല ഭർത്താക്കന്മാരും ഉണ്ട്. ദൈവത്തെ ഓർത്ത് എന്നല്ല, ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, അതുകൊണ്ട് എനിക്ക് ഇത്രയും സങ്കടം. പരസ്പരം ഒരു പരിധിവരെ വിട്ടുവീഴ്ചയോട് ജീവിച്ചൂടെ? കുറ്റമായിട്ട് ആരും കാണല്ലേ?